അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി സൂറത്തു തകാസുർ, അതുമായി ബന്ധപ്പെട്ടാണ് ജബ്ബാറിന് ചില ദുഷിപ്പുകൾ പറയാനുള്ളത്. സൂറത്തു തകാസുർ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കാ ജീവിതത്തിൽ അവതരിച്ചിട്ടുള്ളതാണ്. തകാസുർ എന്നീ സൂറത്തിന് പേര് വരാൻ കാരണം അതിൻ്റെ തുടക്കത്തിൽ അൽഹാക്കുമുത്ത് തകാസുർ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനിലെ 102-ാമത്തെ സൂറത്താണ് സൂറത്തു തകാസുർ. 8 ആയത്തുകളാണ് ഇതിലുള്ളത്. അതിങ്ങനെയാണ്: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാക്കുമുത്ത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين ثم لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. അൽഹാക്കുമുത്ത് തകാസുർ, പെരുമ പറച്ചിൽ നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളെ അശ്രദ്ധരാക്കി കഴിഞ്ഞിരിക്കുന്നു. ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ ഖബറുകൾ, ശ്മശാനങ്ങൾ സന്ദർശിക്കുക വരെ ചെയ്തു. ഈ തകാസുറിൻ്റെ പെരുമ പറച്ചിലിൻ്റെ പേരിൽ നിങ്ങൾ ശ്മശാനങ്ങൾ സന്ദർശിക്കുക വരെ ചെയ്തു. ഇതിന് മറ്റൊരു രീതിയിൽ അർത്ഥം പറയാം. ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങളുടെ ഈ പെരുമ പറച്ചിൽ നിങ്ങൾ ശ്മശാനങ്ങൾ സന്ദർശിക്കുന്നത് വരെയാണ് നിലനിൽക്കുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ മരണം വരെ മാത്രമേ ഈ പെരുമ പറച്ചിൽ നിലനിൽക്കുള്ളൂ. അതിൻ്റെ ശേഷം അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യാൻ പോകുന്നില്ല എന്നാണ്. കല്ല, എന്നാൽ സംഗതി ഈ പെരുമ പറച്ചിൽ കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. സൗഫ തഅലമൂൻ, നിങ്ങൾ പിന്നീട് അറിയും. സുമ്മ കല്ല സൗഫ തഅലമൂൻ, പിന്നെയും നിങ്ങൾ കല്ല, ഈ പെരുമ പറച്ചിൽ കൊണ്ട് കാര്യം നടക്കാൻ പോകുന്നില്ല, നിങ്ങൾ പിന്നീട് അറിയും. കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ, കല്ല, എന്നാൽ ആ സ്വഭാവം, ആ സമീപനം വേണ്ട, അരുത്. ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നിങ്ങൾക്ക് ശരിയായി അറിവ് ലഭിച്ചിരുന്നുവെങ്കിൽ, ശരിയായ രീതിയിൽ നിങ്ങൾ അറിയാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ, ലതറവുന്നൽ ജഹീം, നിശ്ചയം നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ, പിന്നെയും പറയുന്നു, നിശ്ചയം നിങ്ങൾ ആ നരകത്തെ കണ്ണാൽ, ദൃഢബോധ്യത്തോടെ കണ്ണാൽ കാണുക തന്നെ ചെയ്യും. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, പിന്നെ ആ ദിവസത്തെ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ആ ദിവസം നിങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ്. ഇതാണ് ഈ സൂറത്തിൻ്റെ നേർക്കുനേരുള്ള അർത്ഥം. ഇവിടെ ജബ്ബാർ പറയുന്നത്, കുറ്റിയറ്റവൻ എന്ന് മുഹമ്മദ് അധിക്ഷേപിച്ച ആസിബിന് വായിലിൻ്റെ കുടുംബം ബനൂ സഹ്മും മുഹമ്മദിൻ്റെ കുടുംബം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബമായ ബനൂ അബ്ദു മനാഫും തങ്ങളുടെ കുടുംബ അല്ലെങ്കിൽ ഗോത്ര മാഹാത്മ്യത്തെ സംബന്ധിച്ച് പറഞ്ഞു. അത് മുഫസ്സിറുകൾ ഈ ആയത്തിൻ്റെ, ഈ സൂറത്തിൻ്റെ പശ്ചാത്തലമായിട്ട് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഈ സൂറത്ത് അവതരിക്കുന്നത് അത് മക്കാ ജീവിതത്തിൽ ആണോ മദീന ജീവിതത്തിലാണോ, മദീനക്കാരുമായി ബന്ധപ്പെടുത്തിയാണോ മക്കക്കാരുമായി ബന്ധപ്പെടുത്തിയാണോ എന്ന് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതെന്തെങ്കിലും ആട്ടെ, ഇവിടെ ജബ്ബാറിന് പറയാനുള്ളത് ബനൂ സഹ്മുമായിട്ട് ബന്ധപ്പെട്ടുള്ള
പിന്നെ അവതരണ പശ്ചാത്തലത്തിൽ വരുമ്പോഴാണ് സാധ്യമാവുക. അപ്പോൾ ബനൂ സഹ്മും ബനൂ അബ്ദു മനാഫുമാണ് ഈ തർക്കത്തിലേർപ്പെട്ടത്. അങ്ങനെ ഇവർ ആദ്യത്തിൽ ബനൂ അബ്ദു മനാഫ് മുന്തി നിന്നു. അവരുടെ കൂട്ടത്തിലാണ് കൂടുതൽ ആളുകൾ നിന്നപ്പം ബനൂ സഹ്മ് അവരിൽ നിന്ന് മരിച്ച ആളുകളെ കൂടി എണ്ണണം എന്ന് പറഞ്ഞപ്പോൾ രണ്ടു കൂട്ടരും ശ്മശാനത്തിൽ പോയി എണ്ണി നോക്കുമ്പോൾ ഒരു 3 വീട് മരിച്ച കൂട്ടത്തിനെ കൂടി എണ്ണിയപ്പോൾ ഒരു 3 വീടുകൾ ബനൂ സഹ്മ് മുന്നിൽ നിൽക്കുന്നതായി കണ്ടു. അപ്പോൾ ഈ ബനൂ സഹ്മിനെ അധിക്ഷേപിക്കുന്ന ഒരു രീതിയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തുകൾ ഖുർആൻ എന്ന പേരിൽ ഇത് അവതരിപ്പിച്ചിട്ടുള്ളതെന്നാണ് ജബ്ബാർ പറഞ്ഞത്. ഇവിടെ യഥാർത്ഥത്തിൽ നേരത്തെ മറ്റു ചില എപ്പിസോഡിൽ ഞാൻ ഇടകളിൽ പറഞ്ഞതുപോലെ ഖുർആൻ അവതരിക്കാനൊരു പശ്ചാത്തലം ഉണ്ടാവും. ഏതെങ്കിലും സൂറത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആയത്ത് അവതരിക്കാനൊരു പശ്ചാത്തലം ഉണ്ടാവും. പക്ഷെ ആ പശ്ചാത്തലം വെച്ചുകൊണ്ട് ആ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട ആളുകളെ ചീത്ത പറയുക, തെറി പറയുക, അവരെ അവഹേളിക്കുക എന്നൊക്കെയാണ് ജബ്ബാർ പറയുന്നത്. യഥാർത്ഥത്തിൽ സംഭവം എന്താണ്? ഏതൊരു സംഭവവും അല്ലെങ്കിൽ ഏതൊരു നിയമവും അല്ലെങ്കിൽ ഏതൊരു ഉപദേശവും നൽകാൻ അതുമായി ബന്ധപ്പെട്ട ഒരു പശ്ചാത്തലം ഉണ്ടാവും. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് മനുഷ്യരോട് ഉപദേശിക്കാൻ പറ്റുള്ളൂ. അത് മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു അവസ്ഥയാണ്. അവൻ്റെ സാഹചര്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ടാണ് അവനെ ഉപദേശിക്കാൻ കഴിയുക എന്നുള്ളത്. അത് ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് അത് പ്രയോജനം ചെയ്യുള്ളൂ. യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുയുക്തിയാണുള്ളത്, യഥാർത്ഥ യുക്തിയല്ലാത്തത് കൊണ്ട് അവർക്കത് മനസ്സിലാവില്ല. അപ്പോൾ ഇവിടെയും ബനൂ അബ്ദു മനാഫും ബനൂ സഹ്മും ഇങ്ങനെ ഒരു പരസ്പരം പെരുമ പറഞ്ഞപ്പോൾ ഖുർആൻ പറയുന്നത് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ജീവിത വിജയപരാജയങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നാണ്. അപ്പോൾ ഇത് വലിയൊരു തത്വജ്ഞാനമായിട്ട് പിന്നീട് അവതരിപ്പിച്ചു മുഫസ്സിറുകൾ. അങ്ങനെ ഒന്നും അതിലില്ല, ഖുർആനിലൊന്നുമില്ല, ഇതിൽ യാതൊന്നുമില്ല എന്ന് വരുത്തി തീർക്കാനാണ് ജബ്ബാറിൻ്റെ സ്ഥിരം രീതി. അതയാൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ മനുഷ്യനോട് ഒരു സംഗതി പറയുമ്പോൾ നിങ്ങളുടെ ജീവിത വിജയപരാജയം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇതിപ്പോൾ നമ്മൾക്ക് സ്വയം തന്നെ ആലോചിച്ചാൽ അറിയാവുന്നൊരു സംഗതിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ട് പല കുടുംബങ്ങളും പിന്നെ അംഗസംഖ്യയുടെ കാര്യത്തിൽ ഏറ്റക്കുറവുകളുള്ള കുടുംബങ്ങൾ. ഈ കുടുംബങ്ങൾ അവരുടെ കുടുംബത്തിലുള്ള അംഗസംഖ്യയുടെ പെരുപ്പം പറഞ്ഞിട്ടാണ് മത്സരിക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമെങ്കിൽ അത് ഒരളവോളം അവർക്ക് ഭൗതികമായിട്ട് ചിലപ്പോൾ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കാം. മറ്റുള്ളവർ തങ്ങളെ ആക്രമിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ മറ്റുള്ള മുമ്പിൽ ഞെളിയാനോ ഒക്കെ പറ്റും. ഇവിടെ ഖുർആൻ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഭൗതിക ജീവിതത്തെ മാത്രമല്ല അവൻ്റെ പരലോക ജീവിതത്തെ കൂടി കാണുന്നുണ്ട്. അപ്പോൾ ഈ പരലോക ജീവിതത്തെ കൂടി കാണുമ്പോൾ തീർച്ചയായിട്ടും ഖുർആനിന് മനുഷ്യൻ്റെ മുമ്പിൽ ചില സംഗതികൾ തുറന്നു പറയേണ്ടി വരും. ആ തുറന്നു പറച്ചിലാണ് ഇവിടെ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ ദുനിയാവിലായാലും പരലോകത്തായാലും യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിജയപരാജയം കുടികൊള്ളുന്നത് ഈ അംഗസംഖ്യയുടെ പേരിൽ മഹത്വം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പെരുപ്പം പറഞ്ഞുകൊണ്ട് ഞെളിഞ്ഞതുകൊണ്ടൊരു കാര്യമില്ല. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ശ്മശാനം, നിങ്ങളുടെ മരണം വരെ അതുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ. കവിഞ്ഞാൽ ദുനിയാവിൽ വല്ല കാര്യം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതുവരെ കാര്യം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിലും കാര്യമില്ല, പരലോകത്ത് ഏതായാലും കാര്യമില്ല. എന്നാൽ നിങ്ങളുടെ ഈ പോക്ക് ഇവിടെ ഇപ്പോൾ ബനൂ അബ്ദു മനാഫാണെങ്കിലും ബനൂ സഹ്മ് എന്ന് മാത്രമല്ല ലോകത്ത് ഇസ്ലാമുമായിട്ട് ബന്ധമില്ലാത്ത പരലോകത്തെ തങ്ങളുടെ കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പരലോകം മുമ്പിൽ കാണാതെയാണ് തങ്ങൾ ഇത്തരത്തിലുള്ള വാദഗതികൾ ഉന്നയിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞെളിയണത്. അപ്പോൾ അതുകൊണ്ട് ഖുർആൻ ഈ രണ്ടു കൂട്ടരോടും നല്ല ലോകത്തുള്ള മൊത്തം മനുഷ്യരോടാണ് ഇത് പറയുന്നത്. ഒരു നിമിത്തം ഇവരുടെ ഈ മത്സരം നിമിത്തമായി എന്നുള്ളതല്ലാതെ ഇവരോട് മാത്രമല്ല വിശുദ്ധ ഖുർആൻ ലോകത്ത് മനുഷ്യരോട് പറയാണ്, നിങ്ങളുടെ ഇങ്ങനെയുള്ള പൊങ്ങച്ചം പറിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ വസ്തുത നിങ്ങൾ ഇപ്പോൾ അറിയില്ലെങ്കിൽ പിന്നീട് നിങ്ങളതറിയുന്ന.
പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ആ വസ്തുത മനസ്സിലാക്കി അതിനനുസരിച്ച് നീങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നാണ് കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ എന്ന് പറയുമ്പോൾ ഖുർആനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ജബ്ബാർ പറഞ്ഞ മാതിരി ഇവിടെ ഈ കുടുംബങ്ങളെ സഹ്മ് കുടുംബത്തെ അധിക്ഷേപിക്കുക, അബ്ദുമനാഫിനേക്കാൾ കുറച്ചുകൂടി അവർക്കാണ് മേക്കൈ കിട്ടിയത് കൊണ്ട് അവരെ ഒന്ന് ഒതുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യമായിരുന്നു, അല്ലെങ്കിൽ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതോട് ഉദ്ദേശിച്ചിട്ടുള്ളതെന്നാണ് ജബ്ബാർ പറയുന്നത്. ജബ്ബാർ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അവസ്ഥ. അയാൾക്ക് വേറൊന്നും പറയാനില്ലല്ലോ. എങ്ങനെ ഖുർആനെ ഇകഴ്ത്തണം എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അയാളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി മക്ക സൂറത്തുമായിട്ട് ബന്ധപ്പെട്ട് വരാനുള്ളതൊക്കെ അങ്ങനെ തന്നെയാണെന്ന് അയാൾ മുൻകൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. കാരണം ഖുർആന് മക്ക സൂറത്തിലാണ് കൂടുതൽ തൗഹീദും റിസാലത്ത് അതുപോലെ തന്നെ ആഖിറത്തും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങളുള്ളത്. അപ്പോൾ അത് വരുമ്പോൾ ഇങ്ങനെയുള്ള പരാമർശങ്ങളുണ്ടാവും. അത് ഏതോ കുടുംബത്തോടോ വ്യക്തിയോടോ ആണ് എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മേലെ കുതിര കയറുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യകുലത്തോട് അവരുടെ ഭൗതികവും പാരത്രികവുമായിട്ടുള്ള ക്ഷേമവും അതുപോലെ തന്നെ വിജയവും എന്തിനാണ് കൂടിക്കൊള്ളുന്നതെന്നാണ് ഖുർആൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സ്വഭാവങ്ങൾ മാറ്റിയിട്ടില്ലെങ്കിൽ, അതായത് നിങ്ങൾ പരലോക ജീവിതത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് നിങ്ങൾ നീങ്ങില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കല്ലാ സൗഫ തഅലമൂൻ ആ കാര്യം ഖുർആൻ ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിച്ച് വരികയാണ്. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, പിന്നെയെന്ന് പറഞ്ഞാൽ ഇനിയും നിങ്ങളോട് പറഞ്ഞേക്കാം കല്ല, ഈ ഒരു സമീപനം വേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പെരുമവാർച്ചൽ കൊണ്ട് കാര്യം നടക്കാൻ പോകുന്നില്ല. സൗഫ തഅലമൂൻ, നിങ്ങൾ പിന്നീട് അറിയും. എന്നിട്ട് പറയുന്നത് എന്താണ്? കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നിങ്ങൾ ശരിയായിട്ടുള്ള ഒരു അറിവ് നിങ്ങൾ നേടാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ മേനി പറച്ചിലിന് മെനക്കെടുമായിരുന്നില്ല. കാരണം നിങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞ് പരലോകത്തേക്ക് എത്തിപ്പെട്ടാൽ പിന്നെ നിങ്ങളവിടെ കാണാൻ പോണത് അവിടെ നിഷേധികളായിട്ടാണ് പോണതെങ്കിൽ അവിടെ നരകമാണ്. ആ നരകത്തെ നിങ്ങൾ കണ്ണാൽ കാണും, നിങ്ങളത് അനുഭവിക്കും. മാത്രമല്ല നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾ അനുഭവിച്ച അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം അത് നിങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കാത്തതും സംബന്ധിച്ച് വിശേഷിച്ചും ഇസ്ലാമാകുന്നൊരു അനുഗ്രഹത്തെ നിങ്ങൾക്ക് നൽകിയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അത് അന്വേഷിച്ചില്ല, കണ്ടെത്തിയില്ല, സ്വീകരിച്ചില്ല എന്നെ സംബന്ധിച്ചൊക്കെ അള്ളാഹു നിങ്ങളെ ചോദ്യം ചെയ്യും. ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഇതാണ് ഈ സൂറത്തിൻ്റെ മൊത്തത്തിലുള്ള ആശയം എന്ന് പറഞ്ഞത്. ഇതിനെ കൊച്ചാക്കി കാണിക്കാൻ വേണ്ടിയാണ് ജബ്ബാർ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബ്ദുമനാഫ് ഈ ആളുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ ലേശം ഒന്ന് താഴോട്ട് പോയപ്പോൾ അവിടെ സഹ്മ് കുടുംബത്തെ കൂടി അവഹേളിക്കുക എന്നുള്ളൊരു രീതി കൂടി ഇവിടെ മുഹമ്മദിനുണ്ടായിരുന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് ജബ്ബാർ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അയാൾ മരിക്കണ വരെ പറയാൻ വേണ്ടി തീരുമാനിച്ച ആളാണ്. അതുകൊണ്ട് അതിന് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. എന്നാൽ വസ്തുത മനസ്സിലാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം അത് ഖുർആനിൽ നിന്നല്ല ആര് പറയുമ്പോഴും ആ പശ്ചാത്തലം മുമ്പിൽ വെച്ചുകൊണ്ട് വസ്തുത എന്താണെന്ന് വിവരിക്കാനുള്ള രീതിയാണ് മനുഷ്യൻ പലപ്പോഴും സ്വീകരിക്കാറുള്ളത്. ആ രീതിയാണ് ഇവിടെ അള്ളാഹു മനുഷ്യൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ പോക്ക് ശരിയല്ല, നിങ്ങൾ മാറി ചിന്തിക്കണം എന്നാണ് ഇവിടെ മനുഷ്യനോട് വിശേഷിച്ചും നിഷേധികളായിട്ടുള്ള ജബ്ബാറിനെ പോലുള്ള ആളുകളോടടക്കം ഇതിലൂടെ ഖുർആൻ പറയുന്നത് എന്നതാണ് വാസ്തവം.